നമ്മളെ വീട്ടിൽ ആങ്ങളെയും മക്കളും വിരുന്ന് വന്നൊരു ദിവസം കേട്ടോ. നമ്മൾ നേരെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് പോയി. അവിടെ നിന്ന് അവർ കൊണ്ടുവന്ന ചായയും കടിയൊക്കെ കുടിച്ചതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ സഭാ സ്ക്വയറിലേക്ക് പോകണം ഒരു പ്ലാൻ ഇട്ടു. അപ്പോൾ ഇത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എന്താ കടുമാങ്ങ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ, എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ സഭാ സ്ക്വയറിലെത്തി. നമ്മളെ മക്കളൊക്കെ ഹാപ്പിയാണ്. അവർക്ക് ചാടാനും പാടാനും ഓടാനും ഒക്കെ നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇത് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഈ സഭാഹ് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. നമ്മളെ മക്കളും നമ്മളും ഫ്രീ ആയിട്ട് ജിമ്മിലെ എല്ലാ ഇതും ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ എക്സസൈസ് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് മക്കൾക്ക് ഓടാനും ചാടാനും കഴിക്കാനും ഒക്കെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കിടക്കുന്നത് നമ്മളെ വേങ്ങര കുറ്റാളൂർ എന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെ ഇശൽ പൂക്കളം പരിപാടിയുണ്ട്. പിന്നെ നല്ലൊരു പാട്ട് കേട്ടു. പിന്നെ ദഫും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മീലാദും ഒക്കെ ആയിട്ട് നല്ല നല്ല പരിപാടിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ക്യാമറമാനെ കണ്ടു കേട്ടോ. അതും ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നും അവൻ മിസ് ചെയ്തിട്ടില്ല. എല്ലാം അവൻ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ദഫ് പരിപാടി കണ്ടു. അതും കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഇളച്ചി മക്കൾ, അനിയത്തി മക്കൾ, എൻ്റെ ആങ്ങളെയും മക്കളും, ഞാനും എൻ്റെ മോളും എൻ്റെ മോളെ കുട്ടി, ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോയത്. ഞങ്ങളൊരു കൊട്ടവണ്ടി, ഒരു കാറ്, ഒരു ഓട്ടോ, ഒരു സ്കൂട്ടർ, അങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ മോളെ വിളിച്ചിട്ട് അവൾ വന്നില്ല. നമ്മൾ നേരെ പോയി നമ്മൾ ഉസ്മാനിയ ചായക്കടയിലേക്ക് കേട്ടോ. വേങ്ങരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, മഹർ ജ്വല്ലറിൻ്റെ തൊട്ട് മുന്നിലായിട്ട്. അപ്പോൾ നമ്മൾ പോയത് കാറിലാണ്. കാറിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് മസാല ദോശ നെയ് റോസ്റ്റുമാണ് കേട്ടോ. അവന് പിന്നെ രാത്രികത്തെ ഫുഡും കൂടി ഇതാവുമല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും അവനവന് ഇഷ്ടപ്പെട്ടത് പറഞ്ഞ് പൊറോട്ട കഴിച്ചവരുണ്ട്, നെയ് റോസ്റ്റ് കഴിച്ചവരുണ്ട്, മസാല ദോശ കഴിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും മക്കൾക്ക് സോഡ ആയിട്ടും സർവത്തായിട്ടും ബൂസ്റ്റായിട്ടും എല്ലായിട്ടും മക്കൾ അവിടുന്ന് നല്ല ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിച്ച് ഞാനും മക്കളും എല്ലാവരും അവിടുന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ ആങ്ങളെ പിന്നെ യാത്രയൊക്കെ പറയാണ്. പിന്നെ അനിയത്തിൻ്റെ മോളാണെങ്കിൽ അതിലേറെ ഹാപ്പിയാണ്. എല്ലാവരും അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആങ്ങൾക്ക് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കി തരാനിട്ട് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ പറഞ്ഞ് ആക്കി തരണ്ട, നേരെ 11 മണിയായി, നീ വീട്ടിലേക്ക് പോയിക്കോ, മക്കൾക്ക് മദ്രസ ഉള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ വേങ്ങരുന്ന് അവനെ ഞാൻ മടക്കി അയക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ വൈകുന്നേരം നല്ല അടിപൊളിയായിരുന്നു. അതായത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് കേട്ടോ ഈ പരിപാടി. രാത്രിയാണ്. ഇപ്പം സമയം 11 മണിയാണ് കേട്ടോ. അങ്ങനെ അവരെ ഞാൻ അതിൽ കയറ്റി പറഞ്ഞയച്ചു. അപ്പോൾ അവർ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള കൊട്ടവണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കൊട്ടവണ്ടിയിൽ നല്ല സുഖസുന്ദരമായിട്ട് നമ്മളിതാ പോണ്. അപ്പോൾ കൊട്ടവണ്ടിയിൽ രാത്രിയാകുമ്പോൾ പിന്നെ ആരും കാണൂലല്ലോ അല്ലേ. പക്ഷേ രാത്രി ആരും കണ്ടില്ലെങ്കിലും വീഡിയോ എല്ലാവരും കാണുമല്ലോ എന്നുള്ള അതും ഉണ്ട് കേട്ടോ. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.